KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു പി കെ ശശി എന്നുള്ളതാണ്. CPIM നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു പി കെ ശശി. ആർ ശ്രീജിത്താണ് വാർത്ത പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ശ്രീജിത്ത്, നമുക്കറിയാം അസ്വാരസ്യങ്ങളുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ സ്ഥാനാർത്ഥി ആകുമോ, UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ, ചോദ്യങ്ങളൊക്കെ ഉയരുന്നതിനിടെ നിർണായക നീക്കം, വിവരങ്ങൾ. അനുജ, പി കെ ശശി KTDC ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. രാജിക്കത്ത് KTDCയുടെ മാനേജിംഗ് ഡയറക്ടർക്ക് കൈമാറിയെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി പി കെ ശശി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നുവെന്ന സൂചനകളുണ്ടായിരുന്നു. എന്നാൽ കൂടിക്കാഴ്ച നടത്തിയതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വൈകുന്നേരത്തോടെ അദ്ദേഹം KTDC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയതായാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും രാഷ്ട്രീയ വൃത്തങ്ങൾ അദ്ദേഹത്തിന്റെ രാജി സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ KTDC ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹത്തിന് 2 മാസക്കാലം കൂടി തുടരായിരുന്നു. കാരണം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നത് മെയ് 20-നാണ്. അപ്പോൾ ഈ 2 മാസത്തേറെ കാലാവധി ഉള്ളപ്പോഴാണ് പി കെ ശശി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. CPM നേതൃത്വവുമായി ഉള്ള അഭിപ്രായ ഭിന്നതകളാണ് അദ്ദേഹത്തിന്റെ രാജിയിൽ കലാശിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി കെ ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പി കെ ശശിക്കെതിരെ CPM അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ഒരു കാലത്ത് പാലക്കാട്ടെ പാർട്ടിയിലെ സർവശക്തനായിരുന്ന പി കെ ശശി അപ്രതീക്ഷിതമായിട്ടാണ് അച്ചടക്ക നടപടി നേരിട്ടത്. അച്ചടക്ക നടപടി നേരിട്ട് അദ്ദേഹത്തെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും അദ്ദേഹം പാർട്ടി കേന്ദ്രങ്ങളോട് ഒരുമിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് പി കെ ശശിയെ അനുകൂലിക്കുന്നവർ പ്രത്യേകമായി മത്സരിക്കുകയും ചെയ്തിരുന്നു. പാലക്കാട് ജില്ലയിൽ CPM വിമതരുടെ കൂട്ടായ്മ രൂപപ്പെട്ടിട്ടുണ്ട്. കൊഴിഞ്ഞാമ്പാറ കേന്ദ്രീകരിച്ചുള്ള ആ വിമത കൂട്ടായ്മയുമായി പി കെ ശശി സഹകരിക്കുമെന്നും ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിക്കുമെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിനുവേണ്ടിയാണ് പി കെ ശശി രാജിവെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ശ്രീജിത്ത്, ഇതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പാർട്ടി സെക്രട്ടറി നയിക്കുന്ന ജാഥയിൽ അദ്ദേഹം പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു, അതിന് ആരോഗ്യപരമായ കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണം ഒക്കെ നമ്മൾ കേട്ടതുമാണ്. അപ്പോൾ ഇത് അദ്ദേഹം പാർട്ടി വിടുന്നു എന്നതിന്റെ സൂചനയായി തന്നെ ഈ നീക്കത്തെ നമ്മൾ കാണേണ്ടതുണ്ടോ? നിലവിൽ ഒട്ടേറെ അഭ്യൂഹങ്ങൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഉയർന്നു കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പി കെ ശശി MV ഗോവിന്ദന്റെ വികസന മുന്നേറ്റ ജാഥയിൽ പങ്കെടുത്തില്ല. അദ്ദേഹത്തിന്റെ തട്ടകമായ മണ്ണാർക്കാട് ജാഥ എത്തിയപ്പോഴും പി കെ ശശി പങ്കെടുക്കാതെ മാറി നിൽക്കുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് ജാഥയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നത്. എന്നാൽ അദ്ദേഹം തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നമാണ് മാറി നിൽക്കാൻ കാരണമെന്ന അദ്ദേഹത്തിന്റെ വാദം പാർട്ടി നേതൃത്വവും മറ്റും കണക്കെടുക്കുന്നില്ല. ശശി UDF കേന്ദ്രങ്ങളുമായും കോൺഗ്രസ് നേതാക്കളുമായും സംസാരിക്കുന്നു എന്ന വിവരം പാർട്ടി നേതൃത്വത്തിനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പി കെ ശശി പോയാലും ഒന്നും ഈ കുഴപ്പമില്ല എന്ന തരത്തിലുള്ള പ്രതികരണം പാലക്കാട് വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയതും. എന്തായാലും പി കെ ശശി പാർട്ടിയുമായി കഴിഞ്ഞ കുറെ കാലങ്ങളായി നല്ല ബന്ധത്തിലായിരുന്നില്ല. അപ്പോൾ ശശി പോകുമെന്നുള്ള വിവരം അവർക്ക് CPIM അപ്രതീക്ഷിതമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പം മുമ്പ് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി സംസാരിച്ചപ്പോൾ ശശി പോകുന്നെങ്കിൽ പോകട്ടെ, രാജിവെച്ചതായി തനിക്കറിയില്ല എന്ന പ്രതികരണമാണ് അദ്ദേഹം എന്നോട് നടത്തിയത്. അതായത് ഇപ്പോൾ ഒരുപക്ഷെ മറ്റൊരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് ഈ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരൊക്കെ അല്ലെങ്കിൽ വിമതർ ചേർന്നുകൊണ്ട് മറ്റൊരു മുന്നണി രൂപീകരിക്കുമ്പോഴും ഒരുപക്ഷെ അതൊക്കെ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന രീതിയിൽ പാർട്ടി കാണുമെന്നും ഇദ്ദേഹത്തെ തിരിച്ച് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുമെന്നും ഒക്കെയുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കുണ്ടായിരുന്നുവെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്നാൽ MV ഗോവിന്ദന്റെ ആ പ്രതികരണമൊക്കെ വന്നതോടെ ഇനിയിപ്പോൾ പ്രതീക്ഷ വേണ്ടതില്ല എന്നതിലേക്ക് ഇവരെത്തിച്ചേർന്നു. ഒപ്പം പി കെ ശശിയും ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണോ സൂചന? അനുജ, പാലക്കാട് ജില്ലയിലെ CPM വിമത കൂട്ടായ്മയുമായി പി കെ ശശിയെ അടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ വിമത കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിനെതിരായ കൂട്ടായ്മയാണ് എന്നതുകൊണ്ടാണ്. EN സുരേഷ് ബാബു ചിറ്റൂർ കേന്ദ്രീകരിച്ചു വന്ന നേതാവാണ്. ചിറ്റൂരിലെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ചിറ്റൂരാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തട്ടകം. അവിടെ ചിറ്റൂർ ഏരിയ കമ്മിറ്റിക്ക് കീഴിൽപ്പെട്ട കൊഴിഞ്ഞാമ്പാറയിലാണ് ഈ വിമത കൂട്ടായ്മ ആദ്യമായി രൂപപ്പെടുന്നത്. അവിടെ ആ വിമത കൂട്ടായ്മ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെതിരാണ് എന്നതാണ് അവരുമായി കൈകോർക്കാൻ പി കെ ശശിയെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. EN സുരേഷ് ബാബുവിനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശശിയെ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തിയത്. അപ്പോൾ പൊതുശത്രുവിനെതിരെ ഒന്നിക്കുന്നു എന്ന ഒരു തന്ത്രമാണ് ഈ വിമത കൂട്ടായ്മയുമായി ശശി കൈകോർക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത്. എങ്കിൽ പോലും അതൊരു കൂട്ടായ്മയായി ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന തരത്തിൽ ഒരു കൂട്ടായ്മയായി വളരുമ്പോൾ UDF കോൺഗ്രസിലേക്കും നേരിട്ട് ചേരാതെ പുറത്തുനിന്ന് അവരുടെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നതും ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. അതുകൊണ്ടാണ് ഈ വിമത കൂട്ടായ്മയുമായുള്ള കൈകോർക്കലിന് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും പി കെ ശശി ഈ
പാർട്ടി വിടുന്നു എന്നുള്ള കാര്യം CPIM-ന് അപ്രതീക്ഷിതമായ ഒരു കാര്യമല്ല. അതാണ് പാർട്ടി അത് കാര്യമായി കണക്കിലെടുക്കുന്നില്ല എന്നുകൂടി വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ ശ്രീജിത്ത്. കാരണം കഴിഞ്ഞ ദിവസം MP ഗോവിന്ദന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. അദ്ദേഹം പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇപ്പോഴും തുടരുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ പോയാലും ഒന്നും സംഭവിക്കാനില്ല എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ. അപ്പോൾ ഇനി ഇതിൽ കടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ല എന്നതിലേക്ക് PK ശശിയും കൂട്ടരും എത്തിച്ചേരുന്നു എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഇതാദ്യപടി KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു, അതിനുശേഷം പാർട്ടി വിടുന്നു എന്നതിലേക്ക് അദ്ദേഹം പോകുമോ? പാർട്ടി വിടുന്നതിന്റെ സൂചനയാണ് KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. PK ശശി അച്ചടക്ക നടപടി നേരിടുന്നത് സുരേഷ് ബാബുവിനെതിരെ കള്ളക്കേസ് കൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ മാത്രമല്ല, നേരത്തെയും അദ്ദേഹത്തിനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരു വനിതാ പ്രവർത്തകയോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ കുറ്റക്കാരനായി കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ നേരത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ആ ഘട്ടത്തിലും അദ്ദേഹം നടപടി നേരിട്ടതാണ്. പിന്നീട് അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലേക്കും സെക്രട്ടറിയിലും ഒക്കെ തിരിച്ചു വരികയാണ് ഉണ്ടായത്. എന്നാൽ അപ്പോൾ വീണ്ടും ഈ സുരേഷ് ബാബുവിനെതിരായ നീക്കത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുകയായിരുന്നു. അപ്പോൾ പാർട്ടി ഒരു കാലത്ത് പാലക്കാട്ടെ പാർട്ടിയിലെ സർവശക്തിയെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള കരുത്തുറ്റ ഒരു നേതാവായിരുന്നു PK ശശി. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ജില്ലയിലെ പാർട്ടി സമവാക്യങ്ങളിൽ വന്ന മാറ്റം ശശിയുടെ ശക്തി ക്ഷയിപ്പിച്ചു. അതേ തുടർന്നുണ്ടായ അസ്വസ്ഥതകളാണ് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനെ കേസിൽ കൊടുക്കാനായുള്ള ശ്രമമെന്ന അടക്കമുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അക്കാലത്തൊക്കെ ശശിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം മറ്റും തീവ്രത കുറഞ്ഞ ആരോപണമാണോ പരാതിയാണോ എന്നൊക്കെ കളിയാക്കിയിരുന്നവരാണ് CPIM-കാരും മറ്റ് ഇടതുപക്ഷ നേതാക്കളും. അപ്പോൾ അങ്ങനെ തീവ്രത കുറഞ്ഞ പീഡനം എന്ന ആരോപണം നേരിട്ട ആള് എന്ന് പരിഹസിച്ചിരുന്ന ആളെ സ്വന്തം പാളയത്തിലേക്ക് വിളിച്ചു കയറ്റേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കോൺഗ്രസിനും UDF-നും ഉണ്ടായിരിക്കുന്നത് എന്ന പരിഹാസമാണ് ഇപ്പോൾ CPIM കേന്ദ്രങ്ങൾ നടത്തുന്നത്. അതാണ് KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇനി അദ്ദേഹം പാർട്ടി വിടുന്നതിലേക്കാണോ പോകുന്നത്, അതിന്റെ സൂചനയാണോ ഈ നീക്കം എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. അതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നതാണ്. വലിയ അഭ്യൂഹങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നു വന്നതാണ്. UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരം. എന്നാൽ അതിനോടൊക്കെ ഉള്ള നിഷേധാത്മക നിലപാട് പാർട്ടി സ്വീകരിച്ചു എന്നതും ശ്രദ്ധേയമാണ്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ PK ശശി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഇനി 2 മാസം കൂടി ബാക്കിയുള്ള വേളയിലാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അത് പാർട്ടി വിടുന്നതിന്റെ മുന്നോടിയായി സ്വീകരിച്ചതാണോ എന്നതാണ് ഇനി അറിയാൻ കാത്തിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ശ്രീജിത്താണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.